സംഖ്യ 7-ാം അധ്യായം. മോശ ആലയം സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കിയ ദിവസം അവൻ അത് അഭിഷേകം ചെയ്തു. അതും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അവൻ വിശുദ്ധീകരിച്ചു. അവൻ അവ അഭിഷേകം ചെയ്യുകയും പവിത്രീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ നേതാക്കന്മാർ, അതായത് അവരുടെ പിതൃഭവന തലവന്മാർ കാഴ്ചയർപ്പിച്ചു. അവരായിരുന്നു ഗോത്രങ്ങളുടെ നേതാക്കന്മാർ. കണക്കെടുപ്പുകൾക്ക് മേൽനോട്ടക്കാരും അവരായിരുന്നു. അവർ കർത്തൃസന്നിധിയിൽ തങ്ങളുടെ കാണിക്ക 2 നേതാക്കന്മാർക്ക് 1 വണ്ടി, ഒരാൾക്ക് 1 കാള എന്ന വിധം മൂടിയുള്ള 6 വണ്ടികളും 12 കന്നുകാലികളെയും കൊണ്ടുവന്നു. അവർ ആലയത്തിന് മുമ്പിൽ അവ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: സമാഗമ കൂടാര ശുശ്രൂഷ നിർവഹിക്കാൻ അവ ഉപകരിക്കേണ്ടതിന് നീ അവരിൽ നിന്ന് സ്വീകരിച്ച് അവ ഓരോരുത്തൻ്റെയും ശുശ്രൂഷയ്ക്കനുസരിച്ച് ലേവായർക്കു നൽകുക. മോശ വണ്ടികളും കന്നുകാലികളെയും സ്വീകരിച്ച് അവ ലേവായർക്കു കൊടുത്തു. ഗർഷോന്യർക്ക് അവരുടെ ശുശ്രൂഷയനുസരിച്ച് 2 വണ്ടികളും 4 കന്നുകാലികളെയും കൊടുത്തു. മെറാര്യർക്ക് അവരുടെ ശുശ്രൂഷയ്ക്കനുസരിച്ച് പുരോഹിതനായ അഹറോൻ്റെ മകൻ ഇത്താമർ വശം 4 വണ്ടികളും 8 കന്നുകാലികളെയും നൽകി. എന്നാൽ കൊഹാത്യർക്ക് നൽകിയില്ല. കാരണം അവരുടെ മേലുണ്ടായിരുന്നത് വിശുദ്ധസ്ഥലത്തെ ശുശ്രൂഷയാണ്. തോളിലാണ് അവർ വഹിക്കേണ്ടിയിരുന്നത്. ബലിപീഠം അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടത് നേതാക്കന്മാർ കൊണ്ടുവന്നു. നേതാക്കന്മാർ തങ്ങളുടെ കാണിക്ക ബലിപീഠത്തിന് മുമ്പിൽ സമർപ്പിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: ബലിപീഠ പ്രതിഷ്ഠയ്ക്കുള്ള അവരുടെ കാണിക്ക 1 ദിവസം 1 നേതാവ് എന്ന ക്രമത്തിൽ അവർ സമർപ്പിക്കട്ടെ. യൂദാഗോത്രത്തിൻ്റേതായി അമ്മിനാദാബിൻ്റെ മകൻ നഹ്ഷോൻ ആയിരുന്നു ആദ്യ ദിവസം തൻ്റെ കാണിക്ക കൊണ്ടുവന്നത്. അവൻ്റെ കാണിക്ക വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള 1 വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള 1 വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ 1 കലശം, ഹോമയാഗത്തിനുള്ള 1 മൂരിക്കിടാവ്, 1 മുട്ടാട്, 1 വയസ്സുള്ള 1 ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള 1 ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമ്മിനാദാബിൻ്റെ മകൻ നഹ്ഷോൻ്റെ കാണിക്ക. 2-ാം ദിവസം ഇസാക്കർ ഗോത്രത്തിൻ്റെ നേതാവും സുവാറിൻ്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കൊണ്ടുവന്ന തൻ്റെ കാണിക്ക വിശുദ്ധസ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള 1 വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള 1 വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ 1 കലശം, ഹോമയാഗത്തിനുള്ള 1 മൂരിക്കിടാവ്, 1 മുട്ടാട്, 1 വയസ്സുള്ള 1 ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള 1 ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് സുവാറിൻ്റെ മകൻ നെത്തലേലിൻ്റെ കാണിക്ക. 3-ാം ദിവസം സെബലൂന്യരുടെ നേതാവായ ബേലോൻ്റെ പുത്രൻ എലിയാബ് ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധസ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള 1 വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള 1 വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ 1 കലശം, ഹോമയാഗത്തിനുള്ള 1 മൂരിക്കിടാവ്, 1 മുട്ടാട്, 1 വയസ്സുള്ള 1 ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള 1 ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഹേലോൻ്റെ പുത്രൻ എലിയാബിൻ്റെ കാണിക്ക. 4-ാം ദിവസം റൂബന്യരുടെ നേതാവായ ഷെദേയൂറിൻ്റെ മകൻ എലിസൂർ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധസ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള 1 വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള 1 വെള്ളിക്കിണ്ണം,
അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാനബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഷെദയൂറിൻ്റെ മകൻ എലിസൂറിൻ്റെ കാണിക്ക. 5-ാം ദിവസം ശിമയോന്യരുടെ നേതാവായ സുരിഷദ്ദായിയുടെ മകൻ ഷെലുമിയേൽ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധസ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാനബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് സുരിഷദ്ദായിയുടെ മകൻ ഷെലൂമിയേലിൻ്റെ കാണിക്ക. 6-ാം ദിവസം ഗാദ്യരുടെ നേതാവായ റവുവേലിൻ്റെ മകൻ എലിയാസാഫാണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധസ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാനബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് റവുവേലിൻ്റെ മകൻ എലിയാസാഫിൻ്റെ കാണിക്ക. 7-ാം ദിവസം എഫ്രായിമ്യരുടെ നേതാവായ അമ്മിഹൂദിൻ്റെ മകൻ എലിഷാമ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധസ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാനബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമ്മിഹൂദിൻ്റെ പുത്രൻ എലിഷാമയുടെ കാണിക്ക. 8-ാം ദിവസം മനാസ്യരുടെ നേതാവായ പെദാഹ്സൂറിൻ്റെ മകൻ ഗമാലിയേൽ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധസ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാനബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് പെദാഹ്സൂറിൻ്റെ മകൻ ഗമാലിയേലിൻ്റെ കാണിക്ക. 9-ാം ദിവസം ബെഞ്ചമിന്യരുടെ നേതാവായ ഗിദയോനിയുടെ മകൻ അബിദാൻ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധസ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാനബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഗിദയോനിയുടെ പുത്രൻ അബിദാന്റെ കാണിക്ക. 10-ാം ദിവസം ദാന്യരുടെ നേതാവായ അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസർ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധസ്ഥലത്തെ ഷെക്കൽ പ്രകാരം
130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാനബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസറിൻ്റെ കാണിക്ക. 11-ാം ദിവസം അഷേര്യരുടെ നേതാവായ ഒക്രാൻ്റെ മകൻ പഗിയേൽ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാനബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഒക്രാൻ്റെ മകൻ പഗിയേലിൻ്റെ നൈവേദ്യം. 12-ാം ദിവസം നഫ്താലിയുടെ നേതാവായ ഏനാൻ്റെ മകൻ അഹീറ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാനബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഏനാൻ്റെ മകൻ അഹീറായുടെ കാണിക്ക. ബലിപീഠം അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം ഇസ്രായേൽ നേതാക്കന്മാരിൽ നിന്ന് അതിനുള്ള പ്രതിഷ്ഠാ വഴിപാട് ഇതായിരുന്നു: 12 വെള്ളിത്തളികകൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 സ്വർണ്ണ കലശങ്ങൾ, 1 തളിക 130 വെള്ളി, 1 കിണ്ണം 70. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം പാത്രങ്ങളുടെ ആകെ വെള്ളിത്തൂക്കം 2400. ധൂപനദ്രവ്യം നിറച്ച 12 സ്വർണ്ണ കലശങ്ങൾ. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം കലശത്തിന് 10 വീതം. കലശങ്ങൾക്കുള്ള ആകെ സ്വർണ്ണത്തൂക്കം 120 ഷെക്കൽ. ഹോമയാഗത്തിനുള്ള ആകെ കന്നുകാലികൾ, മൂരിക്കിടാവുകൾ 12, മുട്ടാടുകൾ 12, 1 വയസ്സുള്ള ആൺ ചെമ്മരിയാടുകൾ 12, ഒപ്പം അവയുടെ ധാന്യയാഗവും പാപമുക്തിയാഗത്തിനുള്ള ആൺ കോലാടുകൾ 12. സമാധാനബലിക്കുള്ള ആകെ കന്നുകാലികൾ, മൂരികൾ 24, മുട്ടാടുകൾ 60, ആൺ കോലാടുകൾ 60, 1 വയസ്സുള്ള ആൺ ചെമ്മരിയാടുകൾ 60. ബലിപീഠം അഭിഷേകം ചെയ്ത ശേഷം ഇതായിരുന്നു അതിൻ്റെ പ്രതിഷ്ഠാപന വഴിപാട്. അവിടുന്നുമായി സംസാരിക്കാൻ മോശ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ സാക്ഷ്യപേടകത്തിന് മുകളിലെ കൃപാസനത്തിനുമേൽ നിന്ന് 2 കെരൂബുകൾക്കിടയിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് അവൻ കേൾക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് അവനോട് സംസാരിച്ചിരുന്നു.